ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ചിലർക്കെങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. നമ്മുടെ ഈ മണിമുല്ലയ്ക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു സീസണുണ്ട്. എന്ന് വെച്ചാൽ മണിമുല്ല നല്ല പൂത്തുലഞ്ഞ് നല്ല വശ്യ സൗന്ദര്യത്തോടു കൂടി നിൽക്കുന്നൊരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞുകാലമാണ്. അന്ന് വെച്ചാൽ നമ്മുടെ ഈ ശൈത്യകാലം. ഈ ഒരു സമയത്താണ് ഈ മണിമുല്ല അതിൻ്റെ എല്ലാവിധ ഭംഗിയോടും കൂടി പൂത്തുലഞ്ഞിങ്ങനെ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇല പോലും കാണാൻ പറ്റാത്ത രീതി എല്ലാ ഫ്രഷ് ബ്രാഞ്ചസിലും ഇങ്ങനെ മുട്ടുമുട്ടൊക്കെ വന്ന് ഇങ്ങനെ നിറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞ് നമ്മൾ പോലും അതിൻ്റെ ആ ഒരു വശ്യ സൗന്ദര്യത്തിൽ ആകർഷണമാക്കുന്ന രീതിയിൽ തേനീച്ചകളൊക്കെ നിറച്ചായിരിക്കും ഇതിൻ്റെ തേൻ കുടിക്കാനും അതുപോലെ ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ നല്ല സുഗന്ധം പരത്തിക്കൊണ്ടായിരിക്കും ഈ മണിമുല്ല നിൽക്കുന്നത്. ഈ ഒരു മഞ്ഞ് കാലത്ത് മാത്രമായിരിക്കും. പക്ഷേ നമ്മളൊരു 7 മാസത്തോളം നമ്മൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മണിമുല്ലയുടെ സൗന്ദര്യവും ചന്തമൊക്കെ ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ഈ സീസണിൽ അല്ലാതൊക്കെ ഈ മണിമുല്ല കൊണ്ട് നട്ട് കഴിയുമ്പം ആൾക്കാർ പറയും, എന്താണ് എൻ്റെ മണിമുല്ല പൂത്തില്ലെന്ന് പറയും. അത് ശരിക്കും പറഞ്ഞാൽ ഈ മഞ്ഞ് കാലത്ത് പൂക്കത്തുള്ളൂ, അല്ലാത്ത സമയത്ത് ഇങ്ങനെ പൂക്കത്തൊന്നുമില്ല. ബ്രാഞ്ചസ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു ക്രീപ്പർ കാറ്റഗറി വരുന്നൊരു ചെടിയാണ് മണിമുല്ല. അപ്പം അല്ലാത്ത സമയത്തെന്ന് വെച്ചാൽ നമുക്ക് ഇത് എത്രമാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവോ, നെറ്റൊക്കെ കെട്ടി അല്ലെങ്കിൽ കയറൊക്കെ വലിച്ച് കെട്ടി നമുക്ക് എത്രമാത്രം ഇതിനെ ബ്രാഞ്ചസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവോ അത്രമാത്രം നമുക്ക് ഈ മഞ്ഞുകാലം ഇതിൻ്റെ ആ ഒരു പൂക്കുന്ന ആ ഒരു പീക്ക് ടൈം വരുമ്പോൾ അത്രയും നമുക്ക് നിറച്ച് ഫ്ലേവറാക്കി നമുക്കിങ്ങനെ കിട്ടും. അതുപോലെ നമുക്ക് ഗേറ്റിൻ്റെയൊക്കെ എൻട്രൻസിൽ ഇങ്ങനെ ഷേപ്പിനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ കമ്പിയൊക്കെ വളച്ച് അത് ഗേറ്റൊക്കെ കൊടുക്കുവാണെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് നിൽക്കും. ഇതിപ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു 5-6 ദിവസമൊക്കെ ഇതിൻ്റെ ഒരു ഭംഗി കാണത്തുള്ളൂ. പെട്ടെന്ന് ഇത് കൊഴിഞ്ഞു പോകും. പക്ഷേ വിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു 4-5 ദിവസം എന്ന് പറയുന്നത് സൂപ്പറായിരിക്കും. നമുക്ക് കണ്ണിന് അതീവ മനോഹരമായിട്ടൊരു കാഴ്ചയായിരിക്കും. പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ ഇത്തരം വള്ളിച്ചെടികൾ ഇഷ്ടപ്പെടുന്നവരും ചെടി പ്രേമികൾക്കൊക്കെ ഇത് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ വെറൈറ്റിയാണ്. പിന്നെ നല്ല വെയിൽ വേണം. പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ എല്ലാ ചെടികളെ പോലെ തന്നെ ഇതിന് നല്ല വെയിൽ വേണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഫ്ലവർ കിട്ടാൻ വേണ്ടി MBK ഡാപ്പൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. നമ്മുടെ MBK ഡാപ്പ് ഇതിലേതെങ്കിലും രണ്ടും കൂടി യൂസ് ചെയ്യാൻ പാടില്ല. ഞാനൊരു ബേസായിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കിയപ്പം ചാണകപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ പിണ്ണാക്ക് അതൊക്കെ ഒരു പോട്ടി മിക്സിൻ്റെ ബേസായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലാന്റ് മെച്ചുറായി പൂക്കുന്ന ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ ഡാപ്പൊക്കെ കൊടുക്കുന്നതൊക്കെ പ്ലാന്റ് കുറച്ചും കൂടി ഫ്ലവറിങ് ആവാൻ നല്ലതെന്നല്ല ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ താമരയ്ക്കൊക്കെ അതാണല്ലോ കൊടുക്കുന്നത്. അപ്പം ഞാൻ ഡാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡാപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 ദിവസത്തിനുള്ളിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പ്ലാന്റ് നിറച്ച് ബഡ് വന്ന് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. ഇതിപ്പം ഞാൻ ഒരാഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ് നിങ്ങൾക്കിപ്പോൾ കാണിക്കുന്നത്. ഈ സംഭവം എല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പം ഈ ഫ്ലവറൊക്കെ. പക്ഷേ വീണ്ടും പൂക്കാത്ത ബ്രാഞ്ചസിലെല്ലാം വീണ്ടും മുട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഇത് ഞാൻ നോർമലി ഒരു 100 രൂപയുടെ താമര ചട്ടിയിലാണ് ഇതിനെ നട്ടേക്കുന്നത്. 100 രൂപയുടെ താമരച്ചട്ടിലാണ് നട്ടേക്കുന്നത്. അപ്പം ഞാൻ 100 എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് സൈസ് മനസ്സിലാവാൻ വേണ്ടി നോർമലായിട്ടൊരു ടബിലാണ് നട്ടേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് ചാക്കിൽ വെച്ച് കൊടുക്കാം. അറിയാലോ, ഒരു പ്ലാന്റ് നമ്മൾ എത്രമാത്രം അതിന് സ്പേസ് ഒക്കെ കൊടുക്കുന്നോ, വേരൊക്കെ പോകാനുള്ള അവസരം കൊടുക്കുന്നോ അതനുസരിച്ച് അത് മെച്ചറായിട്ട് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഞാനിതിപ്പോൾ ചെറിയൊരു അങ്ങനത്തെ ഒരു താമര ടബിൾ വെച്ചുകൊണ്ടാണ് ഇത് അധികം അങ്ങ് സ്പ്രെഡ് ചെയ്ത് പോവുകയും, കാരണം ഓൾമോസ്റ്റ് ഇതിനൊരു 1 ഇയർ ഏജ് ഉണ്ട്. എന്നിട്ടും അതനുസരിച്ച് രീതിയിൽ ഇത് ഒത്തിരി സ്പ്രെഡായി പോയിട്ടില്ല. കാരണം നിങ്ങൾക്ക് കാണാം, ഞാൻ ചെറിയൊരു ചട്ടിക്കകത്താണ് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് അത്രയ്ക്ക് ഇത് സ്പ്രെഡായിട്ടുള്ളത്. പിന്നെ ഇതിൽ നിന്ന് എനിക്ക് തൈ കിട്ടിയിട്ട് ഇനി താഴെയൊക്കെ മണ്ണിലൊക്കെ ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കിട്ടും. നല്ല വെയിൽ വേണം. പിന്നെ നമ്മൾ ചാണകപ്പൊടി അങ്ങനെയൊക്കെ നമ്മൾ വളമായിട്ട് പറയുവാണെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് കുറച്ചും കൂടെ പടർത്തി വിടുവാണെങ്കിൽ ഇത് ഫുള്ള് കുറച്ചും കൂടെ നന്നായിട്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ
ചെടി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും മണിമുല്ല എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ മേടിച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പറായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. എന്ന് വെച്ചാൽ കണ്ടിട്ട് നമുക്കൊരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ട്രീറ്റ് തന്നെ ആയിരിക്കും മണിമുല്ല തരുന്നത്. പിന്നെ നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ. ട്രൈ ചെയ്ത് നോക്കുക.